MiG-21 ഔദ്യോഗിക വിരമിക്കൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യത്തിലേക്ക് വീണ്ടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിരമിക്കൽ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. पूरा किया वायुसेना के लिए, देश के लिए, और ठीक ही कहा गया है कि प्रण करना है सहज, कठिन है लेकिन उसे निभाना सबसे बड़ी जांच है। व्रत का अंतिम मूल्य चुकाना, अंतिम मूल्य न दिया अगर तो और मूल्य देना क्या, और करने लगे मोह प्राणों का तो फिर प्रण लेना क्या। देवियों सज्जनों, मुझे पूरा विश्वास है कि आप हमारी इस रोचक प्रस्तुति को न केवल आत्मसात कर रहे होंगे बल्कि हमेशा के लिए इस इतिहास को अपने दिलों में बिठा चुके होंगे। ചണ്ഡീഗഡിൽ നടക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭാരതത്തിൻ്റെ MiG-21 ഔദ്യോഗിക വിരമിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന MiG-21 62 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പുതുതലമുറ കൈമാറ്റത്തിനായി തയ്യാറെടുക്കുന്നത്. വീരോചിതമായ ഒരു യാത്രയയപ്പ് തന്നെയാണ് MiG-21 നടക്കുന്നത്. നന്ദനിലേക്ക്. നന്ദൻ, പറയൂ. देवियों सज्जनों, जब से MiG-21 भारतीय वायुसेना ഉണ്ട്, അതേപോലെ തന്നെ സംയുക്ത സൈനിക മേധാവിയുണ്ട്. അങ്ങനെ VVIPകളുടെ വലിയൊരു നിര തന്നെ വിരമിക്കൽ ചടങ്ങിന് സാക്ഷിയാകുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ വ്യോമ മേഖലകളിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ച വിമാനങ്ങളിൽ കൃത്യമായ ആദരം അല്ലെങ്കിൽ അതിന് അർഹിക്കുന്ന തരത്തിലുള്ള ആദരവ് വ്യോമസേന ഇന്നിപ്പോൾ ചണ്ഡീഗഡിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിന്റെ പ്രത്യേക ബാൻഡ് ഉണ്ടായിരുന്നു. വ്യോമസേനയുടെ ബാൻഡ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി ഇന്നിപ്പോൾ ചണ്ഡീഗഡിൽ അവതരിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി അടക്കമുള്ള പ്രമുഖർ ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇപ്പോഴും നിലവിലും ആ ചടങ്ങ് തുടരുകയാണ്. ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പൂർണ്ണമായും പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ വാട്ടർ സല്യൂട്ട് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വഴിമാറും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും MiG-21 വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് ഏറെ അഭിമാനം നൽകുന്ന ഒരു ഫ്ലൈയിങ് മിഷനാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും അതിൻ്റെ ടെക്നിക്കൽ ഐഡിയ വാങ്ങിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ബംഗളൂരുവിൽ നിർമ്മിച്ചാണ് ഭാരതം കൂടുതലായി MiG-21 കൂടുതലായി ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ പാർട്ടാക്കിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പിന്നീട് MiG-21 പുതിയ വെർഷനുകൾ, അതായത് MiG-21FL, MiG-21M, അതേപോലെ തന്നെ MiG-21 BIS എന്നീ തുടങ്ങിയ വെർഷനുകൾ ഭാരതത്തിൻ്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്നുകൊണ്ട് നമുക്ക് ഭാരതത്തിൻ്റെ വായുസേനയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. MiG-21 വിമാനങ്ങളെ മറ്റ് പോർ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു സൂപ്പർസോണിക് ജെറ്റ് ഫൈറ്റർ വിമാനമാണ്. വേഗമേറിയ വിമാനമാണ്. ചെറിയ പരിധിക്കുള്ളിൽ ഓപ്പറേഷൻ നടത്താൻ കഴിയുന്ന വിമാനമാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഏതാണ്ട് 2175 കിലോമീറ്റർ പെർ അവർ, അതായത് മണിക്കൂറിൽ 2175 കിലോമീറ്ററിൽ ഇതിന് പറക്കാൻ സാധിക്കും. ഏകദേശം 1200 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ഓപ്പറേഷനിൽ പങ്കെടുക്കുവാൻ ഈ വിമാനത്തിന് സാധിക്കുമെന്നുള്ളതാണ്. 58,000 അടി, ഏകദേശം 17.5 കിലോമീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ട് ശത്രുവിന് നേർക്ക് ആയുധം തൊടുക്കുവാൻ ശേഷിയുള്ള പോർ വിമാനമാണ് MiG-21. 63-ലാണ് ആദ്യമായി MiG-21 ഭാരതത്തിൻ്റെ ഭാഗമാകുന്നത്. പിന്നീട് MiG-21 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കൂടി ഈ MiG-21 വിമാനങ്ങൾ പുറത്തിറക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ വാങ്ങിക്കൊണ്ട് MiG-21 വിമാനങ്ങൾ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച് പുറത്തിറക്കാൻ തുടങ്ങിയതോടെ അതിൻ്റെ കൂടുതൽ പുതിയ വെർഷനുകളും ഇറങ്ങി എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു MiG-21 ബൈസൺ എന്നുള്ളത്. അതായത് ഒരു അപ്ഗ്രേഡ് വേർഷനായിരുന്നു. 2000-കളിലാണ് ഭാരതം
ഭാരതം ഈ അപ്ഗ്രേഡ് വേർഷൻ വിമാനങ്ങൾ, ഈ MiG-21 അപ്ഗ്രേഡ് വേർഷൻ ആയിട്ടുള്ള MiG-21 ബൈസൺ എന്നുള്ള വിമാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ ഹാങ്കറിൽ നിന്നും ഭാരതത്തിന്റെ വ്യോമസേനയുടെ ഹാങ്കറിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ വലിയ ചരിത്രം കൂടി ഈ MiG-21 വിമാനങ്ങൾക്കുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് 65-ലും 71-ലും 99-ലും ഏറ്റവും ഒടുവിൽ 2019-ലും ഭാരതത്തിന് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതും നിർണായകമാണ്. ഈ വിമാനത്തിന്റെ ഇപ്പോൾ വിരമിക്കൽ ചടങ്ങാണ് ചണ്ഡീഗഡിൽ പുരോഗമിക്കുന്നത്. ശരി നന്ദൻ, തുടരുക. നന്ദനിലേക്ക് എത്താം. 6 പതിറ്റാണ്ട് ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകർന്ന പോർവിമാനമാണ് MiG-21. ശത്രുരാജ്യങ്ങളുമായുള്ള പോരാട്ടങ്ങളിൽ സുപ്രധാന പങ്ക് വഹിച്ച MiG-21നെ കുറിച്ച് വ്യോമസേന പുറത്തിറക്കിയ വീഡിയോ കാണാം. For decades, the MiG-21 has been the backbone of India's aerial defense. Standing watch, answering every call, carrying the pride of the nation into the skies. Not just a fighter, but a symbol of resilience. Metal shaped by men. Men shaped by courage. From 1971 to Balakot, it stood firm. As its engines fall silent, the MiG-21 leaves the skies, etched forever in the history of Indian air power.